മിസ്റ്റർ ജിപ്സിയുടെ ECT എക്സൽ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഗാൻ ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗാൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്യാമെന്നില്ല. കാരണം ചില സമയത്ത് ടൈം ലൈൻസ് ഉണ്ടാവും. ഒരു പരിപാടി തുടങ്ങിയിട്ട് എത്ര ദിവസം കൊണ്ടാണ് ഈ പരിപാടികൾ അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളത് കാണുന്നത്. അത് നമ്മുടെ എക്സലിൽ ഇങ്ങനെ കാണുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് കാണിക്കാൻ പറ്റും നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴിയാണ്. അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മളൊരു ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിന്റെ ഒരു ടൈം ലൈൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇൻസേർട്ടിന്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ചാർട്ട്സ് എടുക്കുന്നതാണ് പരിപാടി. പക്ഷെ നമ്മൾ ഗാൻ ചാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാറ്റ സെലക്ട് ചെയ്യരുത്. അതില്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കോളത്തിൽ കൊണ്ടുവയ്ക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രൊജക്ടിന്റെ പേര് കൊടുത്ത 1 2 3 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 19 വരെ ഉണ്ട്. സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര ദിവസം എടുക്കും ഒരു പ്രോഗ്രാം അവസാനിക്കാൻ, ഒരു പ്രൊജക്ട് അവസാനിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. വലിയൊരു പ്രൊജക്ടിന്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രൊജക്ട്സ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ എത്ര ദിവസം എന്നുള്ളതാണ് എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്തിട്ട് ഗ്രാഫ് ഇൻസേർട്ടിന് പകരമായിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഇൻസേർട്ടിൽ എടുക്കാം. ഇൻസേർട്ട് എടുത്തിട്ട് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടാണ് എടുക്കേണ്ടത്. ഇതിൽ ഈ ടൈപ്പ് ഉള്ള കോളം ചാർട്ടാണ് എടുക്കേണ്ടത്. 2D അല്ലെങ്കിൽ 3D എടുക്കാം. ഞാൻ തൽക്കാലം 3D ചാർട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള സംഭവം കിട്ടും. ഈ ബ്ലാങ്ക് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം. സോ ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയ പ്ലെയിൻ ആണ്. നമുക്ക് ഡാറ്റയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ സെലക്ട് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്ക് ഇതാക്കാം. ഇവിടെ നമ്മളൊന്നും ഇപ്പൊ തൽക്കാലം ചെയ്യേണ്ട. താഴത്ത് വന്ന് ലെജൻഡ് എൻട്രീസിന്റെ അണ്ടറിൽ വന്നിട്ട് ആഡ് കൊടുക്കാം. ആഡ് കൊടുത്ത് നമുക്ക് ആദ്യം എന്താ വേണ്ടത്, സ്റ്റാർട്ട് ഡേറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇത് ഹെഡിങ് ആണ്. ഹെഡിങ്ങിന് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക. താഴത്തെ സീരീസ് വാല്യൂ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. സ്റ്റാർട്ട് ഡേറ്റിന്റെ ഫുള്ള് ഞാൻ സെലക്ട് ചെയ്തിട്ടു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ചാർട്ട് കിട്ടും. ഇവിടെ ഓക്കെ എന്ന് കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമുക്ക് വേണ്ടി എത്ര ദിവസം എന്നുള്ള ദിവസത്തിന്റെ സംഭവമാണ് വേണ്ടത്. അപ്പൊ ഞാൻ വീണ്ടും ആഡ് എന്ന് എടുക്കുന്നു. എന്നിട്ട് സീരീസ് നെയിമിന് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് കൊടുക്കുന്നു. സീരീസ് വാല്യൂ ഇത് മാറ്റിയതിനു ശേഷം എത്രയാണോ ഡേയ്സ് എന്നുള്ള സംഭവം കൊടുക്കാണ്. ഓക്കെ എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് നമുക്കിപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ 1 2 3 4 9 എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രൊജക്ടിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ഡേറ്റ് ഇത് വേണം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ് ലാബിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ കൊടുത്തിട്ട് എന്താണോ ലാബിൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കുള്ള പ്രൊജക്ട് 1 to 9 എന്നുള്ള സാധനം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ചാർട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണോ നമുക്ക് ചാർട്ട് വേണ്ടത്? കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടെ മൊത്തത്തിൽ കാണുന്നുണ്ട്. അപ്പോ ഇത് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് ശരിയാക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ നോക്കേണ്ടതാണ്. ഇപ്പൊ നമുക്ക് നോക്കേണ്ട അടുത്ത കാര്യം ഡേറ്റ്. ഇവിടെ 1/9/2023 മുതൽ 30/11/2023 വരെയാണ് കാണിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ് 25/9 തുടങ്ങിയിട്ട് 9/11 വരെ മാത്രം നമുക്ക് മതി. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് അടുത്തത് കാണുന്നത്. അപ്പൊ നമുക്കിത് ഡേറ്റിന്റെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ആക്സിസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ എന്താ കാണിക്കുക, മിനിമം കണ്ട 45170, മാക്സിമം 45240 ആണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എടുത്തിട്ട് ഇവിടെ കോപ്പി ചെയ്യാണ്. അതേപോലെ എന്റെ ഡേറ്റും എടുത്തിട്ട് ഞാനിവിടെ കോപ്പി ചെയ്യാണ്. ഇത് ഫോർമുല ആയിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിപ്പോ ഈ ഡേറ്റിലാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വന്നിട്ട് ഇത് നമ്പർ എന്നാക്കി കഴിഞ്ഞാൽ നമ്പർ കിട്ടും. 45194 45239. അതാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതിൽ വന്നു, ആക്സിസിൽ വന്നതിന് ശേഷം 45194 എൻഡ് 45239 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ എന്തായി സംഭവിച്ചത്, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യാൻ പോവാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ. അപ്പോ ഈ നേരത്തെ ഞാൻ എഴുതിയ സാധനം ഞാൻ ഡിലീറ്റ് ചെയ്താത്തേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ചാർട്ടിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, കാരണം അതിങ്ങനെ സ്റ്റാക്ഡ് ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ആക്സസ് എടുത്തിട്ട് ഈ ഒരു ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ വേർട്ടിക്കൽ അലൈൻമെന്റ്, സെൻട്രൽ ഇതെല്ലാം കാണാൻ പറ്റും. കസ്റ്റം ആംഗിൾ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ തന്നെ കസ്റ്റം ആംഗിൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ഇതിങ്ങനെ കുറച്ച് പൊന്തിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ലോ, നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ലൈന് ഇതാണ് വരുന്നത് എന്നുള്ള. കുറേ വല്ലാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഡാറ്റ പോയി കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എത്രത്തോളം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നത് മാത്രം കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കളർ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? പ്രൊജക്ട് 1 25-ാം തീയതി മുതൽ 30/9 വരെ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിൽ ഇപ്പൊ എത്ര ദിവസം ഉണ്ട് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നോക്കണം. അപ്പൊ അതിന് മാറ്റണം എന്നുണ്ടെങ്കിൽ, നമുക്കത് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഡാറ്റ ലേബൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് അവിടെ വരും. കണ്ടോ, 5 ദിവസം, 2 ദിവസം, 3 ദിവസം എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതിന് നമുക്ക് കളറുകൾ മാറ്റണം എന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞിട്ട് കളർ മാറ്റുന്നതും എല്ലാം നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. ഏത് കളറാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഇതിന്റെ ഉള്ളിൽ വന്ന് കളർ ഈ കളറാണ് കിടക്കുന്നത്. ഇത് മാറ്റിയിട്ട് വേറെ വല്ല കളർ വേണം, ബ്ലൂ, ഇങ്ങനത്തെ ബ്ലൂ വേണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡാർക്ക് വേണോ, ഏത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഡാർക്ക് കൊടുക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മളെ ഇത് ഇവിടെ എഴുത്ത് കാണുന്നില്ല. എഴുത്ത് കാണാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇതായ സംഭവത്തുകൊണ്ടാണ്. ഇനി നമുക്കത് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. ചാർട്ട് ഡിസൈൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ ചേഞ്ച്, കളറിന്റെ പാറ്റേൺസ് ഒക്കെ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് മാറ്റാം. ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. നമുക്കൊരു ലൈറ്റോ അങ്ങനത്തെ ഏത് സംഭവങ്ങളും വേണമെങ്കിൽ ഞാൻ അത് എടുക്കാം. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ ഇപ്പൊ നമുക്ക് ഇത് മാത്രം മതി ആക്ച്വലി. പക്ഷെ എന്നാലും ഈ ബാക്കി ലൈനുകൾ ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 25-ാം തീയതി മുതലുള്ള ഫുൾ വരെ ഉണ്ട്. അപ്പൊ നമുക്കത് ആക്ച്വലി വേണ്ട. അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ മൊത്തമായിട്ട് സെലക്ടഡ് ആയി പോകും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഫോർമാറ്റ് ഡാറ്റ സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് ഇത് വരും. ഇത് വന്നതിന് ശേഷം നോ ഫിൽ എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ എന്താ സംഭവിച്ചു നോക്കി, ബാക്കി എല്ലാ സാധനവും ഡിലീറ്റ് ആയിപ്പോയി. നമുക്ക് ഇത് മാത്രമായിട്ട് ഇനി കിട്ടും. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 20-ാം തീയതി തുടങ്ങുന്നത് പ്രോജക്ട് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 25-ാം തീയതിന് ശേഷം എന്താണ് തുടങ്ങുന്നതാണ്. 25-ന് തൊട്ട് മുന്നേ തുടങ്ങുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ വന്നിട്ട് 20 അടുത്ത 3 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് തീരുന്നു എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ആക്സസിൽ നമുക്ക് എല്ലാ ഡേറ്റും വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 5-ന്റെ ഉള്ളിലാണ് വരുന്നത്, 25-30 ആണ്. അപ്പൊ ഇത് മാറ്റിയിട്ട് നമുക്ക് 3 ആണ് വേണമെന്നുണ്ടെങ്കിൽ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇതിൽ വരും. 25, 28, 1, 4, 7 അങ്ങനെ 3 ദിവസമായിട്ട് മാറും. അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഇവിടെയാണ് വരേണ്ടത് മേജർ എന്നോ മൈനർ എന്നോ ആണോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1 നാവ് ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും. അപ്പൊ നമുക്കത് നേരത്തെ പോലെ തന്നെ നമുക്കൊരു 5 എന്നുള്ള യൂണിറ്റ് തന്നെ നമുക്കത് കൊടുക്കാം. 5 അല്ലെങ്കിൽ നമുക്കൊരു 3 പോലെ 3 കൊടുക്കാം നമുക്ക് ഒന്നുകൂടി. അപ്പൊ ഒന്നുകൂടി കുറച്ചും കൂടി ഒരു ഇതായിട്ട് വരും. ഇപ്പൊ ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ പോലെ നമുക്ക് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ ഇതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ചാർട്ട് ഡിസൈൻസ് ഉണ്ട്. ഈ ഡിസൈൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഏത് ഡിസൈൻസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങളുണ്ട്. അതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നോ ഫിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പൊ ബാക്ക്ഗ്രൗണ്ടോട് കൂടി കിട്ടും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഗാന്റ് ചാർട്ട്. അതിന്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് വിഷ്വൽ ആയിട്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടി നമുക്കത് ഒരു പ്രൊജക്റ്റോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.